ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ T20 വേൾഡ് കപ്പ് 2026 ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ സൂപ്പർ 8 മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള ബാറ്റ്സ്മാൻമാർ ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഈ ലീഗ് ഘട്ടത്തിൽ. അപ്പോൾ നമുക്ക് അതിനെ 10ാം സ്ഥാനത്തുള്ള ആളെ പരിചയം, ടോപ്പ് 10 ആണ് നോക്കുന്നത്. 10ാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവാണ്. സൂര്യകുമാർ യാദവ് 4 കളികളിൽ നിന്നും ഒരു അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ നേടിയിട്ടുള്ളത് 162 റൺസാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് നേടിയത് 162 റൺസാണ്. 4 കളികളിൽ നിന്ന് ഒരു അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ നേടിയിട്ടുള്ളത് 162 റൺ. ഇനി 9ാം സ്ഥാനത്തുള്ളത് നേപ്പാളിൻ്റെ പ്ലെയറായിട്ടുള്ള ദേബേന്ദ്ര സിംഗ് അയ്യർ എന്ന് പറഞ്ഞ പ്ലെയറാണ്. അദ്ദേഹം 169 റൺസാണ് നേടിയിട്ടുള്ളത് 4 കളികളിൽ നിന്നും. അപ്പോൾ അദ്ദേഹം 2 അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. 2 അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെയാണ് 169 റൺസ് നേടിയാക്കുന്നത് 4 കളികളിൽ നിന്നും. നമുക്കറിയാം, അസോസിയേറ്റ് രാജ്യമായ നേപ്പാളിൽ നിന്ന് വന്ന പ്ലെയറാണ്. അദ്ദേഹം ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനൊന്നുമല്ല, ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ്. അദ്ദേഹം 169 റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു ഓൾറൗണ്ടർ മികവെന്ന് തന്നെ പറയാം. അദ്ദേഹം വിക്കറ്റും നേടിയിട്ടുണ്ട്. അപ്പം 169 റൺസ് നേടി ദേവേന്ദ്ര സിംഗ് ആണ് 9ാം സ്ഥാനത്ത്. ഇനി 8ാം സ്ഥാനത്തുള്ളത് നമ്മുടെ അഫ്ഗാൻ്റെ പ്ലെയറായിട്ടുള്ള ഇബ്രാഹിം സാന്ദ്രാണ്. അദ്ദേഹം 4 കളികളിൽ നിന്നും 2 അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ നേടിയത് 170 റൺസാണ്. 170 റൺസ് നേടാനായിട്ട് അഫ്ഗാൻ്റെ പ്ലെയറായിട്ടുള്ള ഇബ്രാഹിം സാന്ദ്രന് സാധിച്ചിട്ടുണ്ട്. 170 റണ് 4 കളികളിൽ നിന്നും 2 അർദ്ധ സെഞ്ചുറി ഉൾപ്പെടുന്നു. ഇനി 7ാം സ്ഥാനത്തുള്ളത് ടീം സെഫേർട്ട് എന്ന ന്യൂസിലൻഡിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടുള്ള ടീം സെഫേർട്ടാണ്. അദ്ദേഹം 4 കളികളിൽ നിന്നും 173 റൺസ് നേടിയിട്ടുണ്ട്. അദ്ദേഹവും 2 അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഇനി 6ാം സ്ഥാനത്തുള്ള നമ്മുടെ ഈ ഒരു ലോകകപ്പിൽ തന്നെ ഏവരെയും ഞെട്ടിച്ച ടീമായ സിംബാബ്വേയുടെ ബ്രയൻ ബെന്നിറ്റ് പ്ലെയറാണ്. അദ്ദേഹം 175 റൺസാണ് നേടിയത്. പക്ഷേ അദ്ദേഹം 3 കളികളിൽ നിന്നാണ് അത്ര റൺസ് നേടിയിട്ടുള്ളത്. സിംബാബ്വേയുടെ ആ ഒരു മുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമായ ഒരു പ്ലെയറാണ് ബ്രയൻ ബെന്നറ്റ്. അദ്ദേഹം 175 റൺ 3 കളികളിൽ നിന്നും നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഇനി 5ാം സ്ഥാനത്തുള്ള നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം പോക്കറ്റ് ഡൈനാമോ ആയിട്ടുള്ള ഇഷാൻ കിഷനാണ്. ഇഷാൻ കിഷൻ 2 അർദ്ധ സെഞ്ചുറിയുടെ പിൻബലത്തിൽ നേടിയത് 176 റൺസാണ് 4 മാച്ചുകളിൽ നിന്ന്. 176 റൺസ് നേടാനായിട്ട് ഇഷാൻ കിഷന് സാധിച്ചിട്ടുണ്ട്. ഇനി 4ാം സ്ഥാനത്തുള്ളത് ദക്ഷിണാഫ്രിക്കയുടെ പ്ലെയറായിട്ടുള്ള ഏഡൻ മാക്രോ നേടിയത് 178 റൺസാണ്. അദ്ദേഹവും 2 അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഇനി 3ാം സ്ഥാനത്തുള്ളത് ശ്രീലങ്കയുടെ കുശാൽ മെൻഡീസാണ്. കുശാൽ മെൻഡീസ് 3 അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെയാണ് 182 റൺസ് നേടാനായിട്ട് അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. 4 കളികളിൽ നിന്നാണ് 182 റൺസ് 3 അർദ്ധ സെഞ്ചുറി നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ 3 അർദ്ധ സെഞ്ചുറി നേടിയ ഒരൊറ്റ പ്ലെയറേ ഉള്ളൂ, അത് കുശാൽ മെൻഡീസാണ്. ഇനി 2ാം സ്ഥാനത്തുള്ളത് ശ്രീലങ്കയുടെ തന്നെ ഏറ്റവും സ്റ്റാർ പ്ലെയറായിട്ടുള്ള പദം നിസംഗയാണ്. പദം നിസംഗ 199 റൺസാണ് 4 കളികളിൽ നിന്ന് നേടിയിട്ടുള്ളത്. 199 റൺസിൽ ഒരു അർദ്ധ സെഞ്ചുറി ഉൾപ്പെടുന്നു, അതുപോലെ തന്നെ ഒരു സെഞ്ചുറി 100 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയുടെയും പിൻബലത്തിലാണ് പദം നിസംഗ 199 റൺസ് നേടാനായിട്ട് പദം നിസംഗയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി 1ാം സ്ഥാനത്തുള്ളത് പാകിസ്ഥാൻ്റെ സക്കീബ് ഫദ ഫർഹാനാണ്. സക്കീബ് ഫദ ഫർഹാൻ നേടിയിട്ടുള്ളത് 220 റൺസാണ്. നമുക്കറിയാം, ഒരു 5, 4, 3 തമ്മിൽ, അല്ലെങ്കിൽ 6 തൊട്ട് ഒരു 3 വരെയുള്ള ആൾക്കാർ തമ്മിലൊരു 7 റൺസിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ എങ്കിൽ ഈ 1ഉം 2ഉം തമ്മിൽ 21 റൺ വ്യത്യാസമുണ്ട്. അങ്ങനെ സക്കീബ് ഫദ ഫർഹാൻ നേടിയിട്ടുള്ളത് 220 റൺസാണ്. അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറിയും ഒരു സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. അദ്ദേഹമാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി ഈ വേൾഡ് കപ്പിൽ ഈ സക്കീബ് ഫദ ഫർഹാനെയും അതുപോലെ തന്നെ പദം നിസംഗയെയും പുറമെ ഒരാളും കൂടി സെഞ്ചുറി നേടിയിട്ടുണ്ട്. അത് കാനഡയുടെ യുവരാജ് സാമറ എന്ന് പറഞ്ഞ പ്ലെയറാണ്. 110 റൺസ് നേടി. അതാണ് ടോപ്പ് സ്കോറും ഏറ്റവും ഹൈ സ്കോർ എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിലെ ഇതുവരെയുള്ള മാച്ചുകളിലെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് ഈ യുവരാജ് സാമറ നേടിയ 110 റൺസാണ്. അപ്പം ഈ 3 പേരാണ് സെഞ്ചുറി നേടിയിട്ടുള്ളത്: സക്കീബ് ഫദ ഫർഹാൻ, പദം നിസംഗ, ഈ യുവരാജ് സാമറ. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തേക്കുന്ന സക്കീബ് ഫദ ഫർഹാൻ ആണ്, 220 റൺസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സൂപ്പർ 8 മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന ബാറ്റ്സ്മാൻമാരെ പരിചയപ്പെടാം. അതുപോലെ തന്നെ ഈ വേൾഡ് കപ്പ് തീരുമ്പം ടോട്ടൽ ഏറ്റവും കൂടുതൽ റൺസുള്ള ബാറ്റ്സ്മാൻ ആരൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് ബോളേഴ്സിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് പരിശോധിക്കുന്നുണ്ട്. നമ്മളിതിന് മുന്നേ ചെയ്ത എല്ലാ വീഡിയോസും എല്ലാവരും കാണുക. കൂടുതൽ അപ്ഡേഷൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.